നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ഗോബി മഞ്ചൂരിയൻ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഈസി ആയിട്ട് അതേപോലെ ടേസ്റ്റി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കോളിഫ്ലവർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആട്ടപ്പൊടിക്ക് പകരമായിട്ട് വേണമെങ്കിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവറിൻ്റെ പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ പെപ്പർ പൗഡറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട വേണമെങ്കിൽ ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നില്ല. ഇനി ഈ പൊടികളെല്ലാവരും കൂടി നമുക്കൊരു വിസ്ക് വെച്ചിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഒരു തിക്ക് ബാറ്ററാക്കി എടുക്കാം. കാരണം ഒരുപാട് ലൂസായി പോയാൽ നമ്മുടെ ബാറ്റർ ലൂസായി പോയാൽ നമ്മൾ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണയിൽ ഇടുന്ന സമയത്ത് മാവ് വിട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല തിക്കായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നോക്കിയാൽ തന്നെ കാണാം, ഞാൻ നല്ല പോലെ നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ രീതിയിൽ വേണം നമ്മൾ മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ചെറിയ കോളിഫ്ലവറാണ് ഇന്ന് ഗോബി മഞ്ചൂരിയന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അത് ഞാൻ കുറച്ച് നേരം നല്ല ചൂടുള്ള വെള്ളത്തിൽ ഒരു ബൗളിൽ നല്ല ചൂടുള്ള വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് അതിൽ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഈ കോളിഫ്ലവറിൻ്റെ പീസസ് ഇട്ട് വെച്ചിരുന്നതാണ്. എന്നിട്ട് അത് ഒരു 3-4 പ്രാവശ്യം നല്ല പോലെ വാഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മളിങ്ങനെ മഞ്ഞൾപ്പൊടിയും ഉപ്പിലുള്ള ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുമ്പോൾ ഇതിലെന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മളിത് കുക്കാക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഒരുപാട് കുക്കാക്കണ്ട, ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതിയാകും. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഈ നമ്മുടെ ബാറ്ററായിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ മിക്സാക്കി എടുക്കുക എല്ലാ ഭാഗത്തേക്കും. ഇനി ഇത് നമ്മളൊരു 30 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിൽ കുറച്ച് ഓയിൽ ഞാൻ ചൂടാക്കാൻ വെച്ചിരുന്നു. ഓയിൽ നല്ല പോലെ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ 2 ബാച്ചസ് ആയിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മളിത് കുത്തി നിറച്ച് ഓയിലിട്ട് ഫ്രൈ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ക്രിസ്പി ആയിട്ട് നമ്മുടെ കോളിഫ്ലവർ കിട്ടുകയില്ല. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റിയും ഉണ്ടാവില്ല നമ്മുടെ ഗോബി മഞ്ചൂരിയന്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ മസാലയൊക്കെ പുരട്ടിയതിന് ശേഷം നമ്മളിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മസാലയൊക്കെ നമ്മുടെ കോളിഫ്ലവറുമേ സെറ്റായി കിട്ടും. എന്നിട്ട് ഇത് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ക്രിസ്പിനെസ് കൂടിയും കിട്ടും. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം. അപ്പോൾ ഇത് നല്ല പോലെ ക്രിസ്പി ആവുന്നത് വരേക്കും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ നല്ല പോലെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ കോളിഫ്ലവറും നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്നത് എല്ലാവരും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ 2ാമത്തെ ബാച്ചും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആവുന്നത് വരേക്കും ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഗോബി മഞ്ചൂരിയനിലേക്ക് വേണ്ടിയിട്ട് ഗ്രേവിക്ക് ആവശ്യത്തിന് നമ്മുടെ കോൺഫ്ലവറിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഒരുപാട് ഗ്രേവിയിലല്ല എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 കപ്പ് അളവിൽ വെള്ളത്തിലാണ് ഞാൻ കോൺഫ്ലവർ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് വെള്ളത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ടിട്ട് നമ്മൾ നല്ല പോലെ മിക്സാക്കി വെക്കാം. ഇത് നമ്മുടെ മഞ്ചൂരിയൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കായതിന് ശേഷമാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് മിക്സാക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായി. കണ്ടില്ലേ, ഇതേപോലെ നല്ല ഒട്ടും കട്ടകളില്ലാതെ തന്നെ നല്ല പോലെ മിക്സാക്കി എടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സാക്കി എടുക്കാനും പറ്റും. അതും സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടായിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം.
ഓയിൽ നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് വളരെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ 1/2 ടീസ്പൂണോളം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 2 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരയ്ക്കും ഈ ഓയിലിട്ടിട്ട് നല്ല പോലെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് ബ്രൗൺ നിറാവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഈ സമയം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് കരിഞ്ഞു പോവാതെയും സൂക്ഷിക്കാം. അപ്പോൾ ഇത് നല്ല പോലെ മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനൊരു മീഡിയം സൈസിലുള്ള സവാളയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞതാണ്. എന്നിട്ട് അതൊന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഓയിലിട്ടിട്ട് ഒന്ന് നമ്മുടെ സവാള സോഫ്റ്റ് ആവുന്നത് വരയ്ക്കും വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ് മതിയാകും. ഒരുപാട് കുക്കായിട്ട് ബ്രൗൺ നിറാവുന്നത് വരയ്ക്കും വെയിറ്റ് ചെയ്യേണ്ട. ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വന്നാൽ മാത്രം മതിയാകും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഈ സമയം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വാടി വരട്ടെ. സവാളയ്ക്ക് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാനൊരു മീഡിയം സൈസ് ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഭാഗമാണ് എടുത്തിരിക്കുന്നത്. അതും ഇതേപോലെ തന്നെ ഒരു ക്യൂബ്സ് ആയിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും നമ്മുടെ ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരയ്ക്കും ഏകദേശം 2 മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് വാട്ടിയെടുക്കാം. അപ്പോൾ ഇതും നല്ലപോലെ വാടി വരട്ടെ. ക്യാപ്സിക്കം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് സോസുകളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ സോയ സോസ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ ഇതിലേക്ക് ചില്ലി സോസാണ്. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഗ്രീൻ ചില്ലി സോസാണോ ഉള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ റെഡ് ചില്ലി സോസ് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കെച്ചപ്പാണ്, ടൊമാറ്റോ കെച്ചപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സോസുകളുടെ അളവൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ ചിലർ പഞ്ചസാര ചേർത്ത് കൊടുക്കാറുണ്ട് മധുരത്തിന് പകരം. ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ആവശ്യത്തിനുള്ള മധുരം ഉണ്ടാവും നമ്മുടെ സോസിന് തന്നെ. അതുകൊണ്ട് ഞാനൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. അതേപോലെ ഈ സമയം തന്നെ ഇതിലേക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ടേസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. എന്നിട്ട് ഇത് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന കോൺഫ്ലവറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നല്ല പോലെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഗ്രേവി ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഇതിലേക്ക് 1-2 കപ്പ് എക്സ്ട്രാ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതേപോലെ കുറച്ചും കൂടി തിക്കായിട്ട് വേണമെങ്കിൽ കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടി കുറച്ച് കൂട്ടി കൊടുത്താൽ മതിയാകും. അപ്പോൾ ഞാൻ അധികം ഗ്രേവി ഇല്ലാതെയാണ് എടുക്കുന്നത്. ഇനി ഇത് നല്ല പോലെ തിളച്ച് വരണം. ഇപ്പോൾ ഇതാ നമ്മൾ നോക്കിയാൽ തന്നെ കാണാം നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്, അതേപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതേപോലെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിൽ തന്നെയാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് സെല്ലറിയും അതേപോലെ സ്പ്രിംഗ് ഓണിയനും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി ഉണ്ടല്ലോ, ഇത്രയും വേണ്ടെങ്കിൽ കുറച്ചും കൂടി വറ്റിച്ചെടുക്കാം, നല്ല ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ വെളുത്ത എള്ളും കൂടി ഞാൻ ഈ സമയം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, എൻ്റെ കയ്യിലുള്ളത് കാരണം ഞാൻ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. അതേപോലെ 1 ടീസ്പൂൺ അളവിൽ വിനീഗറും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല പോലെ മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്വാദിഷ്ടമായ റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ. താങ്ക് യു.